ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സൗത്ത് ഇന്ത്യയിലെ പ്രമുഖ ഇലക്ട്രോണിക്സ് ഗൃഹോപകരണ ഷോറൂം ശൃംഖലയായ നന്ദിലക് ജിമാർട്ടിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. കേരളത്തിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. വിവിധ ജില്ലകളിലായിട്ട് നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റുകളുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ തസ്തികകളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളതെന്നും ഏതൊക്കെ ജില്ലകളിലാണ് ഒഴിവുകൾ ഉള്ളതെന്നും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ സൗത്ത് ഇന്ത്യയിലെ പ്രമുഖ ഇലക്ട്രോണിക്സ് ഗൃഹോപകരണ ഷോറൂം ശൃംഖലയായ നന്ദിലക് ജിമാർട്ടിലാണ് വിവിധ തസ്തികകളിലേക്ക് ഇപ്പോൾ ഇന്റർവ്യൂ വഴി നിയമനം നടത്തുന്നത്. കോട്ടയം, പാല, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിനി ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. ആദ്യം സെയിൽസ് ട്രെയിനി പോസ്റ്റാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് ആകർഷകമായ വ്യക്തിത്വവും നല്ല വാക്ചാതുര്യവും ഉണ്ടായിരിക്കണം. ITI ഇലക്ട്രോണിക്സ് കഴിഞ്ഞിട്ടുള്ളവർക്കും മുൻഗണന ലഭിക്കുന്നതാണ്. പ്രായപരിധി വരുന്നത് 35 വയസ്സിന് താഴെയാണ്. ശമ്പളം 15,000 രൂപ വരെയാണ് ലഭിക്കുക. അടുത്തത് സെയിൽസ് സ്റ്റാഫ് പോസ്റ്റാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് MBA അല്ലെങ്കിൽ ITI ഇലക്ട്രോണിക്സ് ആണ്. കൂടാതെ ആകർഷകമായ വ്യക്തിത്വവും നല്ല വാക്ചാതുര്യവും ഉണ്ടായിരിക്കണം. സമാന മേഖലയിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. പ്രായപരിധി വരുന്നത് 35 വയസ്സിന് താഴെയാണ്. ശമ്പളം 30,000 രൂപ വരെയാണ് ലഭിക്കുക. അടുത്തത് സെയിൽസ്മാൻ പോസ്റ്റാണ്. ഡിജിറ്റൽ സെക്ഷനിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് ITI ഇലക്ട്രോണിക്സ് ആണ്. കൂടാതെ മൊബൈൽ, ലാപ്ടോപ്പ് മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. പ്രായപരിധി വരുന്നത് 35 വയസ്സിന് താഴെയാണ്. ശമ്പളം 20,000 രൂപ വരെയാണ് ലഭിക്കുക. അടുത്തത് സെയിൽസ് മാനേജർ പോസ്റ്റാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് MBA അല്ലെങ്കിൽ ബിരുദമാണ്. കൂടാതെ ഹോം അപ്ലയൻസസ് രംഗത്ത് 5 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. കൂടാതെ സെയിൽസ് ടീമിനെ നയിക്കാനുള്ള കഴിവും ഉണ്ടായിരിക്കണം. പ്രായപരിധി വരുന്നത് 40 വയസ്സിന് താഴെയാണ്. ശമ്പളം 40,000 രൂപ വരെയാണ് ലഭിക്കുക. അടുത്തത് ഫ്ലോർ മാനേജർ പോസ്റ്റാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് MBA അല്ലെങ്കിൽ ബിരുദമാണ്. കൂടാതെ ഹോം അപ്ലയൻസസ് രംഗത്ത് 3 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ആകർഷകമായ വ്യക്തിത്വവും ഇംഗ്ലീഷ്, മലയാളം ഭാഷകളിലുള്ള പ്രാവീണ്യവും ഉണ്ടായിരിക്കണം. പ്രായപരിധി വരുന്നത് 40 വയസ്സിന് താഴെയാണ്. ശമ്പളം 35,000 രൂപ വരെയാണ് ലഭിക്കുക. അടുത്തത് ബ്രാഞ്ച് മാനേജർ പോസ്റ്റാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് MBA അല്ലെങ്കിൽ ബിരുദമാണ്. കൂടാതെ ഹോം അപ്ലയൻസസ് രംഗത്ത് 5 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. പ്രായപരിധി വരുന്നത് 45 വയസ്സിന് താഴെയാണ്. ശമ്പളം 50,000 രൂപ വരെയാണ് ലഭിക്കുന്നത്. കൂടാതെ മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നതായിരിക്കും. അടുത്തത് ബ്രാഞ്ച് അക്കൗണ്ടന്റ് പോസ്റ്റാണ്. BCom അല്ലെങ്കിൽ MCom ആണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത്. മികച്ച SAP FI പരിജ്ഞാനവും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. പ്രായപരിധി വരുന്നത് 35 വയസ്സിന് താഴെയാണ്. ശമ്പളം 30,000 രൂപ വരെയാണ് ലഭിക്കുക. അടുത്തത് ക്യാഷ്യർ കം ബില്ലിംഗ് സ്റ്റാഫ് പോസ്റ്റാണ്. BCom ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. കൂടാതെ സമാന മേഖലയിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. പ്രായപരിധി വരുന്നത് 35 വയസ്സിന് താഴെയാണ്. ശമ്പളം 25,000 രൂപ വരെയാണ് ലഭിക്കുക. അടുത്തത് കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് പോസ്റ്റാണ്. ബിരുദമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. കൂടാതെ ആകർഷകമായ വ്യക്തിത്വവും ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ്, മലയാളം ഭാഷകളിലുള്ള പ്രാവീണ്യവും കമ്പ്യൂട്ടർ പരിജ്ഞാനവും ആവശ്യമാണ്. ശമ്പളം 20,000 രൂപ വരെയാണ് ലഭിക്കുന്നത്. അടുത്തത് ഗോഡൗൺ ഇൻചാർജ് പോസ്റ്റാണ്. ഹോം അപ്ലയൻസസ് രംഗത്ത് പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. പ്രായപരിധി വരുന്നത് 40 വയസ്സിന് താഴെയാണ്. ശമ്പളം 25,000 രൂപ വരെയാണ് ലഭിക്കുക. അടുത്തത് ഡെസ്പാച്ച് ഇൻചാർജ് പോസ്റ്റാണ്. സമാന മേഖലയിൽ പ്രവർത്തിച്ചവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. പ്രായപരിധി വരുന്നത് 40 വയസ്സിന് താഴെയാണ്. ശമ്പളം 20,000 രൂപ വരെയാണ് ലഭിക്കുന്നത്. അടുത്തത് ഗോഡൗൺ ഹെൽപ്പർ പോസ്റ്റാണ്. ഗൃഹോപകരണങ്ങൾ കയറ്റി ഇറക്കുന്നതിനുള്ള ആരോഗ്യവും ചുറുചുറുക്കും ഉണ്ടായിരിക്കണം. സമാന മേഖലയിൽ പ്രവർത്തിച്ചവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. ശമ്പളം 15,000 രൂപ വരെയാണ് ലഭിക്കുക. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോൾ കോട്ടയം, പാല ഷോറൂമുകളിലേക്കുള്ള ഇന്റർവ്യൂ നടക്കുന്നത് 17 ജൂൺ 2022 രാവിലെ 10 മണി മുതൽ 3 മണി വരെയാണ്. ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലം നന്ദിലക് ജിമാർട്ടിൻ്റെ ഷോറൂം നാഗപടം, കോട്ടയത്ത് വെച്ചിട്ടാണ്. അടുത്തത് കോഴിക്കോട്, മലപ്പുറം ഷോറൂമുകളിലേക്കുള്ള ഇന്റർവ്യൂ നടക്കുന്നത് 19 ജൂൺ 2022 രാവിലെ 10 മണി മുതൽ 3 മണി വരെയാണ്. സ്ഥലം നന്ദിലക് ജിമാർട്ട് ഷോറൂം, നടക്കാവ്, കാലിക്കറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വിശദമായ ബയോഡേറ്റയും ഫോട്ടോയും സഹിതം നേരിട്ട് ഇന്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ്.
ശമ്പളത്തിന് പുറമെ മറ്റ് ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, അവർക്കും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.